നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിൽ തുടരുന്നു. മറുവശത്ത് പത്മകുമാറിന്റെ വീട്ടിൽ 12 മണിക്കൂറിലേറെ സമയം നീണ്ടുനിന്ന SITയുടെ തെരച്ചിൽ. ഒടുവിൽ അർദ്ധരാത്രിയോടെ SITയുടെ പരിശോധന പൂർത്തിയാക്കി. പരിശോധന പൂർത്തിയാകുമ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് പല നിർണായക തെളിവുകളും കണ്ടെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 12:15 പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധനകൾ തുടങ്ങിയത്. വ്യാപകമായ തിരച്ചിലിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ചില സുപ്രധാന രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഏതെങ്കിലും തലത്തിൽ വീട്ടിൽ റെയ്ഡ് നടന്നാൽ കണ്ടെത്താത്ത തലത്തിലായിരുന്നു ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നത്. വീടിന്റെ രഹസ്യഭാഗങ്ങളിൽ സൂക്ഷിച്ചിരുന്ന രേഖകളടക്കം അന്വേഷണ സംഘം കണ്ടെത്തി. പ്രത്യേക അന്വേഷണ സംഘം ഇനി ഉടൻ ചോദ്യം ചെയ്യുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സഹകരിച്ചിരുന്ന എല്ലാ ബിരുദന്മാരെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുത്തു. പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാവുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കത്തെഴുതിയത് ദേവസ്വം മന്ത്രിക്കാണ് എന്ന് പത്മകുമാറും സ്ഥിരീകരിക്കുന്നു. ദേവസ്വം മന്ത്രി ഈ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറി. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂല നിലപാടെടുക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു എന്നും സൂചനകളുണ്ട്. തുടർന്ന് ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് ചർച്ചയാവുകയായിരുന്നു. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്ത കേസിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഗൂഢാലോചനയിൽ പിത്തള എന്ന വാക്കാണ് സ്വർണ്ണപ്പാളിക്ക് പകരം അവർ ആദ്യം തെരഞ്ഞെടുത്തത്. മുരാരി ബാബുവും സുധീഷ് കുമാറുമായിരുന്നു ഇതിന് പിന്നിൽ. എന്നാൽ ഇപ്പോൾ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ പിത്തള എന്നത് വെട്ടി ചെമ്പ് എന്നെഴുതി. പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ അങ്ങനെ ചെയ്തത് തന്നെ ഒടുവിൽ പത്മകുമാറിന് കുരുക്കായി. ഇപ്പോഴിത് അന്നത്തെ 2 ബോർഡ് അംഗങ്ങളിലേക്ക് കേസന്വേഷണം നീങ്ങുന്ന കാഴ്ചയാണ് മറുവശത്ത്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും ഉദ്യോഗസ്ഥരും ചേർന്ന് പിത്തള എന്നെഴുതിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിലേക്ക് അയക്കുന്നത്. ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോൾ പ്രസിഡന്റ് പത്മകുമാർ പിത്തള എന്ന വാക്കിലെ അപകടം ചൂണ്ടിക്കാട്ടി ആ വാക്ക് സ്വന്തം കൈപ്പടയിൽ വെട്ടി അവിടെ ചെമ്പ് എന്നാക്കി എഴുതി. പിത്തളയ്ക്ക് സ്വർണത്തിന്റെ നിറമായതുകൊണ്ടാണ് നേരത്തെ മുരാരി ബാബുവും സുധീഷ് കുമാറും വാസുവും അടക്കമുള്ള സംഘം പിത്തള എന്ന വാക്കുപയോഗിച്ചത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾക്ക്. എന്നാൽ ശബരിമല ശ്രീകോവിലിൽ പൂശിയിരിക്കുന്നത് പിത്തളയാണ് എന്ന് റിപ്പോർട്ടിൽ എഴുതി വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചില സംശയം തോന്നുമെന്ന് പത്മകുമാർ പറഞ്ഞു. പിത്തളയ്ക്ക് പകരം ചെമ്പ് എന്നെഴുതുന്നതാണ് ഭംഗി. അങ്ങനെ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു കൈമാറിയ ഉത്തരവിലെ പിത്തള വെട്ടി അവിടെ ചെമ്പ് എന്നെഴുതി ചേർക്കപ്പെട്ടു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളിയിൽ ഉണ്ടായിരുന്നത് ചെമ്പായിരുന്നുവെന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയെന്നും പറഞ്ഞു നിൽക്കാമെന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. ഇക്കാര്യം ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളായ KT ശങ്കർദാസ്, പാലവിള വിജയകുമാർ എന്നിവരോട് സംസാരിക്കുകയും ചെയ്തു പത്മകുമാർ. ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളും ഇതിനോട് യോജിച്ചു. പത്മകുമാറിന്റെ റിപ്പോർട്ടിൽ പിത്തള വിഷയം പരാമർശിക്കുന്നുണ്ട്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നെഴുതേണ്ടതിന് പകരം ചെമ്പ് എന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒടുവിൽ കുരുക്കിലാവുന്നു. ചെമ്പുപാളി എന്നെഴുതിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് ഈ കേസിൽ നിന്ന് തടിയൂരാൻ കഴിയില്ല പത്മകുമാർ അടക്കമുള്ളവർക്ക്. 2 തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു വശത്ത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം, മറുവശത്ത് മോഷ്ടിച്ച സ്വർണത്തിന് എത്ര മൂല്യം വരുമെന്ന അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇടം പിടിച്ച കമ്പനി പ്രതിനിധികളെ ഇനി ചോദ്യം ചെയ്യണം. ഒപ്പം വ്യവസായികളെയും വ്യക്തികളെയും സിനിമാ താരങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യണം. ജയറാം അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് SIT പറഞ്ഞു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും കമ്പനികളുടെയും ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇടപാടുകൾ സംബന്ധിച്ചും ചില നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. 2019 സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തി ചെന്നൈയിലെത്തിച്ച് 989 ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. പാളികളിൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന 475 ഗ്രാം സ്വർണം പോറ്റി തട്ടിയെടുത്തുവെന്നാണ് ആദ്യ കേസിൽ പറഞ്ഞിരിക്കുന്നത്. 2019 വിലയനുസരിച്ച് ഇതിന് വെറും 20 ലക്ഷം രൂപ മാത്രമേ വില വരൂ. ഇത്തരമൊരു തട്ടിപ്പ് 20 ലക്ഷത്തിന് വേണ്ടി ഈ ഉന്നതർ ചേർന്ന് ഗൂഢാലോചന നടത്തി നടപ്പാക്കില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കറിയാം. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ
വലിയ തുകയ്ക്ക് വിറ്റു എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. ചെന്നൈയിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചു എന്നും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവെന്നുമുള്ള മൊഴി അന്വേഷണം വഴിതെറ്റിക്കാനാണ് എന്ന് SIT കണക്കുകൂട്ടുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ സംശയം ആദ്യം ഉന്നയിച്ചത് ഹൈക്കോടതി തന്നെയാണ്. പിന്നീട് അന്വേഷണ സംഘം ഇതേ വഴിയിൽ അന്വേഷണം തുടർന്നപ്പോൾ നിർണായകമായ ചില തെളിവുകൾ കിട്ടി. തുടർന്നാണ് വലിയ തുകയ്ക്ക് ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ വിറ്റു എന്ന കണക്കുകൂട്ടലിൽ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അമൂല്യ വസ്തുക്കൾ രാജ്യാന്തര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റഴിച്ചിരിക്കാം എന്നാണ് കോടതിയുടെ കണക്കുകൂട്ടൽ. ഇത് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ സാധ്യത മുന്നിൽ കണ്ടാണ് അറസ്റ്റിലായവരുടെ സാമ്പത്തിക ഇടപാടുകൾ SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. 2019 ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ കേസിൽ ഇടപെട്ട മറ്റു വ്യക്തികളുടെയും ഒക്കെ സാമ്പത്തികാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകുന്നു. മുരാരി ബാബുവിന്റെ സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് SIT അമ്പരപ്പിച്ചത്. വെറും വർഷങ്ങൾക്കുള്ളിൽ മുരാരി ബാബു വലിയ കൊട്ടാര സദൃശമായ വീട് പണിയുന്നു. കേസിൽ ഇടപെട്ട മിക്ക കഥാപാത്രങ്ങളുടെയും മാറ്റം അത് അന്വേഷണ സംഘത്തെ അത്ഭുതപ്പെടുത്തുന്നു. തന്നേക്കാൾ വലിയ കേമന്മാർ ഈ കേസിലുണ്ട് എന്ന് നേരത്തെ പത്മകുമാർ പറഞ്ഞതും ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്. ആരാണ് തനിക്ക് മുകളിൽ ഉള്ള ബിരുദന്മാരെന്ന് പത്മകുമാർ ഉദ്ദേശിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും നടന്ന ചില വിരുന്നുകൾ, ഈ വിരുന്നുകളിൽ പത്മകുമാർ അടക്കമുള്ള ഉന്നതർ പങ്കെടുത്തു എന്ന സംശയമാണിപ്പോൾ SITക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി ധനസമ്പാദനം നടത്തി എന്ന അനുമാനത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പിന്റെ ബലത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തിച്ചേർന്നിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പാർട്ടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ച് ഫണ്ട് സമാഹരണം നടത്തി എന്ന സൂചനയും ശക്തമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടി ഉന്നതർ തന്നെ കുടുങ്ങും. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നത CPM നേതാക്കൾക്ക് ഫണ്ട് കൈമാറി എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നു. പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീങ്ങുന്നുവെന്ന സൂചനകൾ ശക്തമാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. പത്മകുമാറിനെ പോലെ ഒരു ഉന്നത നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടാകണം എന്ന് SIT ശഠിക്കുന്നു. സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 7 അംഗ സംഘമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലെത്തി തിരച്ചിൽ നടത്തിയത്. 2 വാഹനങ്ങളിലായി പത്മകുമാറിന്റെ വീട്ടിൽ അവരെത്തി. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യം. ഒപ്പം പത്മകുമാർ നടത്തിയ വിദേശ യാത്രകളുടെ വിശദ വിവരങ്ങളും അവർ ശേഖരിക്കാൻ ഉന്നമിട്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ നിരത്തുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് പത്മകുമാറാണ്. ബോർഡ് യോഗത്തിലെ മിനിറ്റ്സിൽ കൃത്രിമം കാട്ടി കൊള്ളയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനം ഉറപ്പിച്ചു കൊടുക്കാൻ കളികൾ നടത്തിയത് ഇതേ പത്മകുമാർ. ശബരിമല ഗസ്റ്റ് ഹൗസിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി വിഹരിച്ചതിന് പിന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇടപെടലുകൾ. 1998 വിജയ് മല്യ നൽകിയത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളാണ് എന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് പത്മകുമാർ. ശബരിമലയിലെ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന മാനുവലിലെ നിബന്ധന അറിയുന്ന ആളുമാണ്. അത് ലംഘിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരം ഇടപെടലുകൾക്കുള്ള അവസരം തുറന്നിട്ടത്. ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള ശ്രമങ്ങൾ പത്മകുമാർ ഒറ്റയ്ക്ക് നടത്തി എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം പത്മകുമാറിന്റെ തീരുമാനത്തിനൊപ്പം ബോർഡ് അംഗങ്ങൾ ഉറച്ചുനിന്നു. ബോർഡ് കൂട്ടായി എടുക്കാത്ത തീരുമാനമായിരുന്നു അതെങ്കിൽ ബോർഡ് യോഗത്തിൽ ബോർഡ് അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമായിരുന്നു. അവർ വിയോജിപ്പ് രേഖാമൂലം ബോർഡിനെ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബോർഡ് അംഗങ്ങളായ 2 പേരും പ്രതികളാകുമെന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പത്മകുമാറിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന മൊഴികളാണ് അക്കാലത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരും കമ്മീഷണറായിരുന്ന N വാസുവുമൊക്കെ നൽകുന്നത്. ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസും N വിജയകുമാറും തങ്ങൾ നിരപരാധികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. എന്നാൽ അന്വേഷണ സംഘം ഈ മൊഴി വിശ്വസിക്കുന്നില്ല. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്ത പാളികൾ 39 ദിവസത്തിനു ശേഷം മാത്രമാണ് ചെന്നൈയിൽ എത്തിച്ചത്.
ഇത് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭാരം തിട്ടപ്പെടുത്താതെ സ്ഥാപിച്ചതിലൂടെ ബോർഡിൻ്റെ ഭാഗത്ത് ഗുരുതരമായ അത്യധികം ദുരൂഹമായ ഇടപെടലുകളാണ് നടന്നത്. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. അതേ ദിവസം തന്നെ ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നീ ബോർഡംഗങ്ങളെ വിളിച്ചു വരുത്തി ഒപ്പമിരുത്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്കും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ പദ്ധതി. ബോർഡ് ഉദ്യോഗസ്ഥരെയും മറ്റ് അംഗങ്ങളെയും കമ്മീഷണറെയും ഒക്കെ കുറ്റപ്പെടുത്തിയാണ് പത്മകുമാർ ഇക്കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. തൊണ്ടയിൽ കുരുങ്ങിയ അവസ്ഥയിലാണിപ്പോൾ CPM. പപ്പനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. ഏതെങ്കിലും വിധത്തിൽ പത്മകുമാറിനെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയാൽ പാർട്ടിക്ക് വലിയ ദോഷം വരുമെന്ന് CPMൻ്റെ ഉന്നത നേതാക്കൾ അടക്കം പറയുന്നു. ഇതേ അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ളത്. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് പത്മകുമാർ. CPMനെ സംബന്ധിച്ച് അത്ര നിസ്സാര നേതാവല്ല. ഇവിടെ CPM ഭയക്കുന്നത് മറ്റൊന്നാണ്. പത്മകുമാർ ഏതെങ്കിലും തലത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ? മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന മൊഴികൾ തന്നെയാണ് പത്മകുമാർ തുടർച്ചയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്നത്. ഇതോടൊപ്പം ഉന്നത CPM നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴി നൽകിയാൽ അത് പാർട്ടിയെ അട്ടപടലം ബാധിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം പത്മകുമാറിനെതിരെ നടപടികൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് തൽക്കാലം പത്മകുമാറിനെതിരെ നടപടികൾ വേണ്ട എന്ന് നിർദ്ദേശം നൽകിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന പാർട്ടിക്ക് അത് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന് CPMന് മനസ്സിലായി. അയ്യപ്പ കോപമാണ് ഇത്തരം പ്രതിസന്ധികളിലേക്കും ഒടുവിൽ സ്വർണ്ണക്കൊള്ളയിലേക്കും പാർട്ടി ചെന്ന് പതിക്കാനുള്ള കാരണമെന്ന് അയ്യപ്പ വിശ്വാസികൾ ഇപ്പോൾ ശക്തമായ പ്രചരണം നടത്തുന്നു. തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം പാർട്ടി നിലപാട് സ്വീകരിക്കാമെന്നാണ് പൊതുവെ CPM നേതാക്കളുടെ മനസ്സിലിരിപ്പ്. കേസ് അന്വേഷണം തുടക്കത്തിൽ തന്നെ CBIക്ക് കൈമാറിയിരുന്നു എങ്കിൽ പ്രതിരോധം കൂടുതൽ എളുപ്പമാകുമായിരുന്നു എന്ന് ചിലർ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായപ്പെട്ടു. അങ്ങനെയെങ്കിൽ BJPയുടെ തലയിൽ വെച്ച് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ പ്രചരിപ്പിക്കാമായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തിൽ സംസ്ഥാന പോലീസ് വകുപ്പിലെ ക്രൈംബ്രാഞ്ച് തന്നെ കേസന്വേഷണം നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുക എളുപ്പമല്ല എന്ന് CPMന് മനസ്സിലായി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ഈ അന്വേഷണത്തെ നേരത്തെ പാർട്ടി തന്നെ സ്വാഗതം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ അന്വേഷണത്തെ തള്ളിപ്പറയാനും കഴിയുന്നില്ല. പത്മകുമാറിനെതിരെ തൽക്കാലം നടപടികൾ വേണ്ട. പഴി ഒരുവിധത്തിലും പാർട്ടിയിലേക്ക് വരാതെയുള്ള പ്രതിരോധമാണ് തീർക്കേണ്ടത് എന്ന് CPM തീരുമാനമെടുത്തു. അറസ്റ്റിന് തൊട്ടുപിന്നാലെ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു എന്ന് ജനങ്ങൾ കണക്കുകൂട്ടും. തൽക്കാലം കോടതി ശിക്ഷിക്കുന്നതുവരെ കുറ്റാരോപിതൻ എന്ന ന്യായവാദമുയർത്തി പ്രതിരോധിക്കാമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. പത്മകുമാറിനെയും N വാസുവിനെയും ന്യായീകരിച്ച് പ്രതിരോധം തീർക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചതോടെ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ പത്മകുമാർ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് തൊട്ടുപിന്നാലെ നേതാക്കളായ P ജയരാജനും EP ജയരാജനും പാർട്ടി നിലപാട് എന്ത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട കുറിപ്പുകളിലൂടെ വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഭരണവിഭാഗത്തിനുമുണ്ടായ വീഴ്ചകളെയാണ് P ജയരാജൻ കുറ്റപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥരെ നയിക്കുന്നതിലുണ്ടായ ഭരണപരമായ വീഴ്ചയാണ് ഇത്തരം മോഷണങ്ങളിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ പാർട്ടിക്കോ സർക്കാരിനോ പങ്കില്ല എന്നതാണ് P ജയരാജന്റെ വിശദീകരണം. ഫയലുകളിൽ ചെമ്പുപാളി എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റി. പാതാളക്കുഴിയിൽ അകപ്പെട്ട CPM പാർട്ടി. മറുവശത്ത് പത്മകുമാർ അഴിയെണ്ണുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അടിവച്ചടിവച്ച് അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് മറ്റൊരു അറസ്റ്റിനായി തല കുനിച്ചു നിൽക്കുന്നു. ഇനിയും കൂടുതൽ CPM ഉന്നതർ വീഴും എന്നത് ഉറപ്പാണ്. അവിടെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ പതനവും പാർട്ടിയുടെ ഏറ്റവും വലിയ ദുർഘടാവസ്ഥയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.